മോർണിംഗ്. ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാനാണ്. ആദ്യമേ ഞാൻ എഴുന്നേറ്റിട്ട് ഷൈനുവിന് കാപ്പി കൊണ്ട് കൊടുത്തു. കോഫി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ചോറ് വെച്ചായിരുന്നു. പിന്നെ എൻ്റെ മെയിൻ പരിപാടി എന്നായിരുന്നു മീനിൻ്റെ തൊലി കളയാന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ തലേദിവസം പോയി മീൻ മേടിക്കും, എന്നിട്ട് ഫ്രീസറിനകത്ത് വെക്കും. അപ്പോൾ അടുത്ത ദിവസം എടുക്കുമ്പോൾ ഐസ് ഉള്ളത് കാരണം മീനിൻ്റെ തൊലി കളയാൻ ഇച്ചിരി എളുപ്പമാണ്. 2-3 പ്രാവശ്യം മീൻ കഴുകി കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി നാരങ്ങാനീരെടുത്ത് മീനെല്ലാം അതിനകത്തിട്ട് ഇച്ചിരി നേരം വെക്കും, മീനിൻ്റെ മണമൊക്കെ മാറാൻ വേണ്ടി. പിന്നെ മീൻ കറിക്കുള്ള സാധനങ്ങളെല്ലാം കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ മീൻ ഇച്ചിരി ഫ്രൈ ചെയ്യാൻ ഓർത്തു. അതിനുള്ള മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഞാൻ വെള്ളം ചേർക്കാറില്ല. അതിന് പകരം ഞാൻ ഇച്ചിരി ഓയിൽ ചേർക്കും മിക്സ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇച്ചിരി കൂടെ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇച്ചിരി ഫ്ലേവർ കിട്ടിയതാണ് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഫ്രൈ ചെയ്യാൻ നേരത്ത് ഇച്ചിരി എണ്ണയ്ക്കകത്ത് ഇച്ചിരി കരിയാപ്പില ഇടും. അപ്പോൾ അതിൻ്റെ ഫ്ലേവറും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് മീൻ ഫ്രൈക്ക്. അടുത്ത എൻ്റെ പരിപാടി മോരുകറി ഉണ്ടാക്കാമെന്നായിരുന്നു. ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ തൈര് മേടിച്ച് അത് ആദ്യമേ അടിക്കും, ഒരു ലിക്വിഡായിട്ടിരിക്കും. പിന്നെ ഞാൻ ചെയ്യുന്നത് മോരടിക്കുന്നതിന് മുമ്പ് ഇച്ചിരി ജീരകവും ഇച്ചിരി തേങ്ങാപ്പീര ഇടും, എന്നിട്ട് അത് അടിക്കും. എന്നിട്ട് തൈര് ചേർത്ത് എല്ലാം കൂടെ ഒന്നും കൂടെ അടിക്കും. എന്നിട്ട് ഞാൻ എല്ലാം അടിച്ചു കഴിഞ്ഞിട്ട് ഇച്ചിരി ഉപ്പിട്ട് കലക്കി വെക്കും. ഇപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പാത്രത്തിൽ ഇച്ചിരി ഉപ്പിട്ട് ഇളക്കി വെക്കും. അത് കഴിഞ്ഞിട്ട് മീൻകറിയും മോരും ഒന്നിച്ചുണ്ടാക്കണമെന്നായിരുന്നു എൻ്റെ പ്ലാന്. സാധാരണ ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്ന, പക്ഷെ ഇന്ന് വീഡിയോ എടുത്തോണ്ട് ഞാൻ അറിയാതെ മോരിൻ്റെ സാധനങ്ങൾ കരിച്ചു പോയി. അപ്പം ഞാൻ അതെല്ലാം കളഞ്ഞു. അപ്പം ഞാൻ ഓർത്തു എന്തിനാ ധൃതി പിടിക്കുന്നത്, ഒരു കാര്യം ഒരു സമയത്ത് ചെയ്യാന്നോർത്ത് മീൻകറി വെക്കുമോ. ഇപ്പം അത് കഴിഞ്ഞിട്ട് മോര് വെക്കാൻ മീൻകറിക്കുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കുന്നു. നിങ്ങൾക്ക് എന്തിൻ്റെയെങ്കിലും റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി. കാരണം ഈ മീൻകറിയുടെയും മോരിൻ്റെയും എൻ്റെ അമ്മ വെക്കുന്നതും ഷൈനുവിൻ്റെ അമ്മ വെക്കുന്നതും നോക്കി കണ്ടു പഠിച്ചതാണ്. മോരുകറി എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഇതുപോലെ ടേസ്റ്റ് ഉള്ളൊരു മോരുകറി കണ്ടിട്ടില്ലെന്ന്. ഭയങ്കര ടേസ്റ്റ് എങ്ങനെ വെക്കുമ്പോൾ മോരുകറി. അത് കഴിഞ്ഞിട്ട് മീനിൻ്റെ പുളിയുടെ വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചു. എന്നിട്ട് മീൻ ഇപ്പോൾ ഇടുവാണ്. മീൻ ഇട്ട് കഴിഞ്ഞൊരു മാക്സ് 15 മിനിറ്റ്, അതിനുള്ളിൽ മീൻ റെഡിയാവും. അപ്പം മീൻ ഇവിടെ ആയി. ഇനി അടുത്തത് ഞാൻ മോര് വെക്കുമായിരുന്നു. ശരിക്കും മീൻകറി ഈ ചട്ടിക്കകത്തായിരുന്നു വെക്കേണ്ടത്. ഞാൻ അറിയാതെ മീനിൻ്റെ സാധനങ്ങൾ മറ്റേ പാത്രത്തിനകത്തോട്ട് ഇട്ടു. സോ ഞാൻ ഓർത്തുന്ന മോര് ചട്ടിക്കകത്ത് വെക്കാണ്. അപ്പം മോര് ചട്ടിക്കകത്തും മീൻകറി സാധാരണ പാത്രത്തിനകത്തും ഞാൻ വെച്ചത്. അത് കഴിഞ്ഞ് ഞാൻ ഷൈനിന് ഭയങ്കര ഇഷ്ടമാണ് പൊട്ടാറ്റോ. ഷൈന് പറയുന്നത് പൊട്ടാറ്റോ ഫ്രൈ എന്ന്, ശരിക്കും അത് പൊട്ടാറ്റോ കുവരറ്റി പോലെയാണ്. ഇതെൻ്റെ റെസിപ്പി സത്യം പറഞ്ഞാൽ, വേറെ ആർക്കല്ല. എൻ്റെ അമ്മ ചുമ്മാ മുളക് പൊടി മല്ലിപ്പൊടി എടുത്തുള്ളൂ, ഞാൻ കുറച്ച് പൊടിയും കൂടെ ഇട്ടിടും. അത് കഴിഞ്ഞ് ഞാൻ പയറും കൂടെ വെച്ചു. പിന്നെ ഞാൻ വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ആ ടേബിൾ വൃത്തിയാക്കും. കാരണം ചിലപ്പോൾ എന്തിൻ്റെങ്കിലും കറ അവിടെ കിടക്കും. എന്നിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അത് വൃത്തിയാക്കാൻ. അടുത്ത പണി ഓവനും സ്റ്റൗവും ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. ഞാൻ അത് കുക്ക് ചെയ്ത് കഴിഞ്ഞ് പാത്രം കഴിയുന്നതിന് മുമ്പ് അതാ ചെയ്യുന്നത്. കാരണം അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അത് വൃത്തിയാക്കാൻ വേണ്ടി. ഞാൻ ലൈസോളാണ് ഉപയോഗിക്കുന്നത് വൃത്തിയാക്കാൻ. പിന്നെ ഓവൻ ഞാൻ ഉപയോഗിച്ചില്ലെങ്കിലും വൃത്തിയാക്കുന്ന കാരണം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എല്ലാത്തിൻ്റെയും ഈ മണവും എല്ലാം പോകുന്നത് ആ ഓവൻ്റെ വെൻറ്റിൽ കൂടെ. അപ്പോൾ നമ്മൾ ഓവൻ ഉപയോഗിച്ചില്ലെങ്കിലും ഇടയ്ക്ക് ഓവൻ തുറക്കുമ്പം ആ ഒരു കുക്ക് ചെയ്ത മണം കാണും മസാലയുടെയൊക്കെ. അപ്പം അതെല്ലാം ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് ഞാൻ പാത്രം കഴുകാൻ എല്ലാം റെഡിയാക്കുന്നു. ഈ ഇന്ത്യൻ ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് വെള്ളം ഒഴിച്ച് സോപ്പിട്ട് പാത്രം പിന്നെ ഞാൻ ഡിഷ് വാഷറിൽ ഒന്നും കൂടെ വെക്കും. അല്ലാതെ വെക്കുമ്പം ശരിക്കും ആ മസാലയുടെ ഇതൊന്നും പോകത്തില്ല. പിന്നെ ഞാൻ പോയി കുളിച്ചു. കാരണം ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മുടെ ടീഷർട്ടിലും മുടിയിലും ഒക്കെ ഇന്ത്യൻ ഫുഡിൻ്റെ മണമല്ലേ. അപ്പം ഞാൻ ആ ബെഡിലും സോഫയിലൊന്നും പോയിരിക്കത്തില്ല. കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വൃത്തിയാക്കിയ സ്ഥലം കാണിക്കാൻ വേണ്ടി വന്നപ്പോൾ ഷൈന് കുറേ പാത്രം കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത്. അത് കഴിഞ്ഞ് വൺസ് ഇൻ എ വീക്ക് നമ്മൾ അലക്കാനിടും. അത് കഴിഞ്ഞിട്ട് ഞാൻ TV കാണാൻ നോക്കും. അപ്പം ഞാൻ എൻ്റെ പരിപാടികളെല്ലാം ഒരു 12:30 ആയപ്പോൾ കഴിഞ്ഞു. പിന്നെ ഷൈനു ടെക്സ്റ്റ് ചെയ്തപ്പോൾ ഷൈനുവിന് ഇനിയും 4:30 വരെ എങ്ങാണ്ട് മീറ്റിംഗ് ആയിരുന്നു. എനിക്ക് വിശന്നിട്ടിരിക്കാൻ വയ്യായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ഞാൻ ന്യൂട്ടെല്ല എടുത്ത് കഴിച്ചു. പിന്നെ ഷൈനു 4:30 ആയപ്പോൾ വന്നു. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ബൈ.